ഹായ് ഫ്രണ്ട്സ്, അഭിനയ ചക്രവർത്തി സത്യൻ മാസ്റ്ററും പ്രേം നസീറിൻ്റെ അനുജൻ പ്രേം നവാസും അഭിനയിച്ച രണ്ട് മികച്ച ചിത്രങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. എൻ്റെ ഷാ ഷിനി ടോക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നു പോകല്ലേ കൂട്ടുകാരെ. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം. സത്യൻ, പ്രേം നവാസ്, ശാരദ, KP ഉമ്മർ തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളെ അഭിനയിച്ച ഒരു മനോഹരമായ ഗ്രാമീണ ചിത്രമാണ് കാർത്തിക. ചിത്രത്തിലെ പ്രധാന കഥാപാത്രമായ കാർത്തിക എന്ന വേഷമാണ് ശാരദ അഭിനയിച്ചിട്ടുള്ളത്. ശക്തമായ ഒരു മഴയുള്ള രാത്രിയിൽ ശാരദയുടെ മകൻ ബാബുമോൻ അസുഖമായി കിടക്കുന്നു. പെട്ടെന്ന് ഒരു വൈദ്യർ വന്ന് ബാബുമോനെ ചികിത്സിക്കുന്നു. വൈദ്യർ തിരിച്ചു പോകാൻ സമയത്ത് ബാബുമോൻ്റെ വളർത്തച്ഛനായ സത്യൻ ചോദിക്കുന്നു, നിങ്ങളെങ്ങനെ ഇവിടെ അസുഖമുള്ള വിവരം അറിഞ്ഞുവെന്നു. എന്നെ ഒരു സ്ത്രീ കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു എന്ന് വൈദ്യർ പറയുകയും ആ സ്ത്രീയുടെ ഫോട്ടോ ആ വീട്ടിൽ കാണുകയും ചെയ്യുമ്പോഴാണ് എല്ലാവരും അറിയുന്നത് അത് മരിച്ചുപോയ ബാബുവിൻ്റെ അമ്മയുടെ പ്രേതമായിരുന്നുവെന്നു. ശാരദയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു നടന്ന കടുത്ത തോണിക്കാരനായ സത്യൻ, ശാരദ സ്നേഹിക്കുന്ന KP ഉമ്മർ, ശാരദയുടെ സഹോദരൻ പ്രേം നവാസ്, മുട്ടക്കച്ചവടക്കാരൻ അടൂർവാസി, അങ്ങനെ നിരവധി കഥാപാത്രങ്ങൾ ചിത്രത്തിലുണ്ട്. വളരെ മനോഹരമായ പാട്ടുകളാണ് ചിത്രത്തിലുള്ളത്. പാവാടപ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ താമര മൊട്ടായിരുന്നു നീ എന്ന അതിമനോഹരമായൊരു ഗാനം ഈ ചിത്രത്തിലുള്ളതാണ്. അതുപോലെ തന്നെ ജാനകിയുടെ ഹിറ്റ് ഗാനമായ കൺമണിയെ കൺമണിയെ കരയാതുറങ്ങൂ എന്നൊരു ഗാനവും ഈ ചിത്രത്തിലുണ്ട്. MS ബാബുരാജാണ് സംഗീതം നിർവഹിച്ചിട്ടുള്ളത്. 1968 M കൃഷ്ണൻ നായരാണ് ചിത്രം സംവിധാനം ചെയ്തിട്ടുള്ളത്. സത്യൻ, ഹരി, പ്രേം നവാസ്, ഷീല, അംബിക, വിനോദിനി തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളെ അഭിനയിച്ച ഒരു ചിത്രമായിരുന്നു കടത്തുകാരൻ. കടത്തുകാരനെ സത്യൻ അനുജൻ ഹരിയെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാക്കുന്നു. ചിത്രത്തിൽ SI മുകുന്ദൻ എന്ന ഒരു കഥാപാത്രത്തെയാണ് പ്രേം നവാസ് അഭിനയിച്ചിട്ടുള്ളത്. അങ്ങനെയിരിക്കെ സത്യൻ കള്ളക്കടത്ത് സംഘത്തിൽ പെട്ടുപോവുകയും പോലീസ് ഉദ്യോഗസ്ഥനായ അനുജൻ സത്യനെ അറസ്റ്റ് ചെയ്യുന്നതും തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളൊക്കെയാണ് കഥ. MS ബാബുരാജാണ് സംഗീതം നിർവഹിച്ചിട്ടുള്ളത്. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജാനകി, P ലീല തുടങ്ങിയവരാണ് ശബ്ദം നൽകിയിട്ടുള്ളത്. അടൂർവാസി, അടൂർ പങ്കജം, GK പിള്ള തുടങ്ങിയവരാണ് മറ്റ് അഭിനേതാക്കൾ. 1965 M കൃഷ്ണൻ നായരാണ് ചിത്രം സംവിധാനം ചെയ്തിട്ടുള്ളത്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.